പശക്കുരങ്ങൻ. മഹാവികൃതിയായിരുന്നു ആന്റോണിയോ. മൃഗങ്ങളെയും പക്ഷികളെയും കെണി വെച്ച് പിടിച്ചുപദ്രവിക്കാം, ഇതായിരുന്നു അവന് ഏറ്റവും ഇഷ്ടം. ഈ സ്വഭാവം മാറ്റാൻ ആന്റോണിയോയെ അറിയുന്നവരെല്ലാം ശ്രമിച്ചു. പക്ഷെ ഒരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെ ഒരിക്കൽ ആന്റോണിയോയുടെ കെണിയിൽ ഒരു റോബിൻ പക്ഷി അകപ്പെട്ടു. ആന്റോണിയോ ആ പക്ഷികളുടെ തൂവലെല്ലാം പറിച്ചെടുത്ത് അതിനെ ഉപദ്രവിച്ചു. അത് റോബിൻ പക്ഷികളുടെ രാജാവ് അറിഞ്ഞു. നാട്ടിലൊരു വികൃതി കുട്ടിയുണ്ടെന്ന് മറ്റു പക്ഷികൾ പറഞ്ഞറിഞ്ഞ് രാജാവ് കേട്ടിരുന്നു. ഇപ്പോഴാ തന്റെ കൂട്ടാളികളിൽ ഒരാളെ ആ കുട്ടി ആക്രമിച്ചിരിക്കുന്നു. നമ്മള് നേരിട്ട് യുദ്ധത്തിന് വിളിച്ചതുപോലെയായത്. രാജാവ് ദേഷ്യം കൊണ്ട് ചിറകടിച്ചു. നമുക്ക് അവനെയും കെണിയിലാക്കണം, റോബിൻ പക്ഷികളുടെ രാജാവ് പറഞ്ഞു. രാജാവ് വേഗം കുരങ്ങന്മാരുടെ അടുത്തേക്ക് പറന്നെത്തി. രാജാവ് കുരങ്ങന്മാരോട് ചോദിച്ചു, രാത്രിയിൽ കുരങ്ങന്റെ രൂപത്തിൽ ഒരു വൈക്കോൽ പ്രതിമയുണ്ടാക്കി ആന്റോണിയോയുടെ വീടിന് മുന്നിൽ വെക്കാൻ സഹായിക്കോ? കുരങ്ങന്മാരെ സമ്മതിച്ചു. കാരണം ആന്റോണിയോ കുരങ്ങന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട്. റോബിൻ രാജാവ് ഇതുകൂടി പറഞ്ഞു, മനുഷ്യർ തൊട്ടാൽ പ്രതിമയിൽ ഒട്ടിപ്പോകുന്ന വിധത്തിൽ പ്രതിമയിൽ നിറയെ മരപ്പശ പുരട്ടണം. അങ്ങനെ രാത്രിയിൽ ആന്റോണിയോയുടെ വീടിന് മുന്നിൽ കുരങ്ങന്മാർ പശക്കുരങ്ങന്റെ പ്രതിമ വച്ചു. ആന്റോണിയോ ജനലിലൂടെ നോക്കുമ്പോ അതാ ഒരു കുരങ്ങൻ ഇരുട്ടത്തങ്ങനെ നിൽക്കുന്നു. കുരങ്ങൻ തന്നെ കളിയാക്കുകയാണെന്ന് അവന് തോന്നി. അമ്പട! ആന്റോണിയോ വേഗം പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഓടിച്ചെന്ന് പ്രതിമയ്ക്കിട്ട് ഒറ്റയിടി. ഡിഷ്യൂ! പശക്കുരങ്ങനെ തൊട്ടതും ആന്റോണിയോയുടെ കൈ പ്രതിമയിൽ ഒട്ടിപ്പോയി. കൈകൾ വലിച്ചൂരിയെടുക്കാൻ അവൻ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷെ അപ്പോഴെല്ലാം പശ കൂടുതൽ ഒട്ടുക ചെയ്തത്. രക്ഷിക്കണേ, അയ്യോ! ആന്റോണിയോ ഉറക്ക കരഞ്ഞു. കരച്ചിൽ കേട്ട് ആന്റോണിയോയുടെ അച്ഛനും അമ്മയും എത്തി. പക്ഷെ ഇരുട്ടായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവർ നേരം വെളുക്കുന്നത് വരെ കാത്തിരുന്നു. രാവിലെ കൂടുതൽ ആളുകളുമായി വന്ന് അവർ ആന്റോണിയോയെ പശക്കുരങ്ങനിൽ നിന്ന് രക്ഷിച്ചു. കെണിയിൽ അകപ്പെടുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിഷമം അതോടെ ആന്റോണിയോയ്ക്ക് മനസ്സിലായി. പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ.